ഹലോ എവ്രി വൺ, വെൽക്കം ടു ദിശ അക്കാഡമി. നമ്മുടെ മാർച്ച് 2-നും മാർച്ച് 18-നും ഇടയിൽ നടന്ന RPF കോൺസ്റ്റബിൾ എക്സാമിന്റെ ആൻസർ കീ ഉടനെ തന്നെ റിലീസ് ആവുമെന്നുള്ളൊരു അപ്ഡേറ്റ് ആണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് നോക്കാം. റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ സൈറ്റിൽ 22-ാം തീയതിയാണ് ഈ അപ്ഡേറ്റ് വന്നിട്ടുള്ളത്, ഈ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. ഇതിൽ പറയുന്നത് എന്താണ്, നിങ്ങളുടെ CBT ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ആൻസർ കീ എന്ന് റിലീസ് ആവും എന്നുള്ളൊരു ഡീറ്റെയിലിംഗ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 2-നും 18-നും ഇടയിൽ നടന്ന എക്സാമിന്റെ ആൻസർ കീ നിങ്ങൾക്ക് എപ്പോൾ കാണാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 24/3/2025 6 മണി തൊട്ടേ ആൻസർ കീ ഓപ്പൺ ആവും എന്നുള്ളൊരു കാര്യമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 24 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് വൈകിട്ട് 6 മണിയോടെ നിങ്ങൾക്ക് ആൻസർ കീ ലഭിക്കും എന്നുള്ളൊരു കാര്യമാണ് ഇതിലൂടെ അവർ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. എന്തായാലും നിങ്ങൾ മനസ്സിലാക്കിക്കോളാം, 24-ന് ഇപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ലഭിക്കണമെന്നില്ല. കാരണം നിങ്ങൾക്ക് ഓൾറെഡി സൈറ്റിന്റെ ബിസിയും സെർവർ ഡൗൺ ഒക്കെ ആയിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക, ക്ലോസിംഗ് ഓഫ് വ്യൂയിങ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ 29/3/2025 ആണ്. ഫൈനൽ ഡേറ്റ് എന്ന് പറയുന്നത് 29-നാണ്. അപ്പോൾ 24-ന് ഇന്ന് വൈകിട്ട് 6 മണിക്ക് ഓപ്പൺ ആവുന്നത് 29-ാം തീയതി ക്ലോസ് ആവുകയാണ്. അപ്പോൾ അതിന് മുന്നേ തന്നെ നിങ്ങളുടെ ആൻസർ കീ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, നോക്കി കറക്റ്റ് ആണോ എന്നുള്ള കാര്യങ്ങളും നിങ്ങളുടെ കട്ട് ഓഫ് മാർക്കൊക്കെ നിങ്ങൾക്ക് തന്നെ ഊഹിക്കാൻ പറ്റുന്ന കുറേ മാർക്സ് കാണും. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുക, ശരിയാണോ, നിങ്ങൾ എഴുതിയ കാര്യവും റെസ്പോൺസ് ചെയ്യും എല്ലാം നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിന് മുമ്പേ തന്നെ എന്ത് ചെയ്യുക, ചെക്ക് ചെയ്ത് നിങ്ങളുടെ മാർക്കുകൾ അറിയാനായിട്ട് ശ്രമിക്കുക. പിന്നെ നിങ്ങൾക്ക് അറിയാം, RPF SIയുടെ എക്സാം കഴിഞ്ഞു, അതിൻ്റെ കട്ട് ഓഫ് മാർക്കും റിലീസ് ചെയ്തതാണ്. നിങ്ങൾക്കറിയാം 120-ന് നടത്തിയ എക്സാം ഒക്കെ 100 മാർക്കിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടാണ് എക്സാമിന്റെ മാർക്ക് വരുന്നത്. അപ്പോൾ ഇങ്ങനെ തന്നെ ആയിരിക്കും കോൺസ്റ്റബിളിനും വരുന്നതെന്നുള്ളൊരു പ്രതീക്ഷയാണുള്ളത്. അപ്പോൾ എന്തായാലും 70+ മാർക്ക് ഉള്ളവർ മാത്രമായിരിക്കും ക്വാളിഫൈ ആവാനുള്ള ചാൻസ് ഉള്ളത്. കാരണം SIക്ക് 76ഓളം നമുക്ക് എന്ത് വന്നു, 75-ന് മുകളിലായിട്ട് നമ്മുടെ കട്ട് ഓഫ് മാർക്ക് വരെയാണ് ചെയ്തത്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ നന്നായിട്ട് തന്നെ എന്ത് ചെയ്യുക, നോക്കുക, നിങ്ങളുടെ കറക്റ്റ് ആൻസറും നിങ്ങൾ അവർ തന്നിക്കുന്ന ആൻസറും എല്ലാം വെച്ച് നോക്കി നിങ്ങളുടെ മാർക്ക് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുക. സ്കോർ കാർഡൊക്കെ റിലീസ് ആവും. അപ്പോൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് സ്കോറൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാനായിട്ട് പറ്റും. അപ്പോൾ ആ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക. പിന്നെ എന്തെങ്കിലും കുറ്റങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഒബ്ജക്ഷൻ റേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടാബും ഓപ്പൺ ആവുന്നതാണ്. 50 രൂപയാണ് ടാബിന് വരുന്നത്. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, നിങ്ങളുടെ ആൻസർ കറക്റ്റ് ആണ് അവർ തെറ്റാണ് തരുന്നതെങ്കിൽ, അങ്ങനെ എന്തെങ്കിലും ബൈ ചാൻസ് എന്തെങ്കിലും മിസ്റ്റേക്സ് വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ അതെന്ത് ചെയ്യുക, കറക്ഷൻ പോർട്ടലിൽ കൊടുക്കുക. ഒബ്ജക്ഷൻ റേസ് ചെയ്യാനുള്ള പോർട്ടലിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. 22/3-നാണ് ഈ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇന്ന് വൈകിട്ട് 6 മണിക്ക് ഈ ടാബ് ഓപ്പൺ ആവും. അതിന് വേണ്ടിയായിട്ട് എന്ത് ചെയ്യുക, വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ എന്തായാലും എല്ലാവർക്കും കോൺസ്റ്റബിൾ എഴുതിയ എല്ലാവർക്കും അത് കിട്ടട്ടെ എന്ന് തന്നെയാണ് ഞാനും പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഓൾ ദ ബെസ്റ്റ്, നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക്